മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. യേശുവേ നീ കൂടവേ ഉണ്ടെന്നാകിലെനിക്ക് ഇല്ലൊരു ചഞ്ചലവും സാധുവിനെന്നും മഞ്ഞിൽ. യേശുവേ നീ കൂടവേ ഉണ്ടെന്നാകിലെനിക്ക് ഇല്ലൊരു ചഞ്ചലവും സാധുവിനെന്നും മഞ്ഞിൽ. നീ കൂടെയുണ്ടെന്നാകിൽ നീ കൂടെ ഉണ്ടെന്നാകിൽ നീ കൂടെയുണ്ടെന്നാകിൽ ഇല്ലൊരു ചഞ്ചലവും. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ ബിനോയ് മണി പാമ്പക്കുട ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ പ്രഭാത ചിന്തയ്ക്കായിട്ട് മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം എൻ്റെ 1 മുതലുള്ള വേദഭാഗങ്ങൾ വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നാറെ വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ച്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. അവൻ കൈ നീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധമായി. വളരെ സുപരിചിതമായിരിക്കുന്ന വിശ്വപ്രസിദ്ധമായിരിക്കുന്ന ഒരു വേദഭാഗമാണ് ഇത് എന്ന് നമുക്കറിയാൻ കഴിയുന്നുണ്ട്. ഇവിടെ കുഷ്ഠരോഗി കർത്താവിനോട് ചോദിക്കുന്ന ഒരു, കർത്താവേ, നിനക്ക് മനസ്സുണ്ട് എങ്കിൽ, അതിന്റെ ഇംഗ്ലീഷ് വാക്ക് നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് Lord, if you are willing, you can make me a clean. അവൻ ചോദിക്കണം, ദൈവമേ, നിനക്ക് സമ്മതമാണ് എങ്കിൽ. ഒരു വിധേയത്വം നമുക്ക് ആ പ്രാർത്ഥനയിൽ കാണുവാൻ കഴിയുന്നുണ്ട്. താൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുവാൻ യോഗ്യനല്ല. കുഷ്ഠരോഗ നിമിത്തം സമൂഹത്തിൽ നിന്ന് നിഷ്കാസിതനായവൻ, സമൂഹത്തിൻ്റെ വെളിയിൽ പാർക്കേണ്ടവൻ, ജീവിതം ഒറ്റപ്പെട്ടു പോവുകയാണ്. മരണം വരെയും ഈ കുഷ്ഠത്തിൻ്റെ ആ ഭാവഭാരവും പേറി അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ഒടുവിൽ ആരും ശ്രദ്ധിക്കപ്പെടാതെ മരിച്ചു പോകേണ്ട ഞാൻ. എന്നാൽ കർത്താവെ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുക, എനിക്ക് സൗഖ്യം തരിക എന്ന് പറയുന്ന ആ പ്രാർത്ഥന, അത് എത്ര വിനയത്തോടു കൂടിയുള്ള താഴ്മയുള്ള വാർത്തയാണ്. എനിക്കവിടെ ഏറ്റവും ആകർഷകമായി തീർന്നത് നമ്മുടെ കർത്താവിൻ്റെ ആ മനസ്സാണ്. കർത്താവ് പറയുകയാണ്, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാക എന്ന് പറഞ്ഞു. ഇംഗ്ലീഷ് ബൈബിളിൽ നമ്മളത് വായിക്കുമ്പോൾ യെസ് ഐ ആം വില്ലിങ്, ബി ക്ലീൻ എന്നാണ്. യെസ്, കർത്താവിൻ്റെ അടുത്ത് എപ്പോഴും യെസ് മാത്രമേ ഉള്ളൂ. കർത്താവ് ഒരിക്കലും നമ്മളോട് നോ പറയാറില്ല. നമ്മൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുക, കർത്താവിനോട് ചോദിക്കുക, എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഇതാണ്, എൻ്റെ സ്വപ്നം ഇതാണ്, എൻ്റെ ആഗ്രഹങ്ങൾ ഇതാണ്, ഞാൻ ഇങ്ങനെയായി തീരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ എൻ്റെ സ്വപ്നം പൂർത്തീകരിക്കുവാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ ആഗ്രഹം നിവർത്തിക്കുവാൻ അങ്ങ് എന്നോട് കൂടെ നിൽക്കണമേ. എന്നോട് കൂടെ സഞ്ചരിക്കുവാൻ അങ്ങ് മനസ്സുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവ് തീർച്ചയായിട്ടും നമ്മളോട് പറയും, യെസ് ഐ ആം വില്ലിങ്, എനിക്ക് മനസ്സുണ്ട് എന്ന് പറയും. പക്ഷേ നമുക്ക് പലപ്പോഴും കർത്താവിൻ്റെ അടുത്ത് ചെന്ന്, കർത്താവെ, അങ്ങേക്ക് എന്നെ ശുദ്ധമാക്കുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കാൻ മടിയാണ്. കാരണം നമ്മൾ നോക്കുമ്പോൾ അവിടെ പുരുഷാരം കർത്താവിൻ്റെ കൂടെയുണ്ട്. മാത്രമല്ല സാഹചര്യങ്ങളൊക്കെ എത്ര അനുകൂലമാണ്. പലപ്പോഴും നമ്മുടെ വിശ്വാസം നമ്മളെ അതിനൊക്കെ തടയിടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ പല കാര്യങ്ങളും എക്സ്ക്യൂസ് പറഞ്ഞ് പുറകോട്ട് പോകുന്നവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എനിക്ക് അങ്ങനെയൊക്കെ ആയി തീരാൻ പറ്റുമോ? അല്ലെങ്കിൽ എൻ്റെ ആ സ്വപ്നം മറ്റുള്ളവരോട് പറഞ്ഞാൽ അവരെന്ത് പറയും? പ്രിയമുള്ളവരെ, നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവച്ചാൽ അവർ തീർച്ചയായിട്ടും നിങ്ങളെ പരിഹസിക്കുകയുള്ളൂ. അവരതിന് 100 ന്യായങ്ങൾ പറഞ്ഞ് നിങ്ങളെ പിന്തിരിപ്പിക്കുകയുള്ളൂ. എന്നാൽ ആ കുഷ്ഠരോഗിയെ നോക്കുക, അവനറിയാം, അവൻ ആ സമൂഹത്തിലേക്ക് ചെന്നാൽ അവിടെയുള്ളവർ അവനെ കുറ്റപ്പെടുത്തുമെന്നും ഒരുപക്ഷെ അവനെ കല്ലെറിയുമെന്നും അവരവനെ ആട്ടി ഓടിക്കുമെന്നൊക്കെ അവനറിയാം. എന്നാൽ അവൻ പുരുഷാരത്തെ അല്ല അവൻ നോക്കുന്നത്.
അതിന്റെ പ്രതിബിംബങ്ങളെയല്ല നോക്കുന്നത്. ആ പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ച് കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലുവാനുള്ള അവന്റെ ആഴമേറിയ വിശ്വാസം, കർത്താവിനെ തന്നെ നോക്കിക്കൊണ്ട് കർത്താവിന് മുമ്പിലേക്ക് നടന്നു ചെല്ലുവാനുള്ള ആ ദൈവിക ആയിരിക്കുന്ന ആ എന്താ പറയുന്നത് ആശ്രയം, അതാണ് അവന്റെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തിയത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു മാറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ കർത്താവിന്റെ അടുത്തേക്ക് ചെല്ലുക. അതിന് പ്രതിസന്ധികളുണ്ട്, അതിന് പല എന്താ പറയുന്നത് പ്രതികൂലങ്ങളൊക്കെ നമ്മൾ തരണം ചെയ്യേണ്ടത് ആവശ്യമാണ്. പക്ഷേ അതിനപ്പുറം നമ്മെ നോക്കി നിർനിമേഷനായി യെസ് എന്ന് പറയുന്ന ഒരു കർത്താവ് ഈ പ്രഭാതത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇന്ന് രാവിലെ നമ്മൾ ഉണർന്നെഴുന്നേറ്റ് ഒരുപക്ഷെ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ അനേക നിരാശകൾ ഉണ്ടായേക്കാം, അനേക സങ്കടങ്ങൾ ഉണ്ടായേക്കാം, നിങ്ങൾക്ക് ഇതുവരെയും പൂർത്തീകരിക്കാത്ത അനേക ആഗ്രഹങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം. എൻ്റെ ഈ സ്വപ്നം ഫലമണിയുമോ, എൻ്റെ ജീവിതത്തിൽ കർത്താവെ ഇതൊക്കെ നടക്കുമോ എന്ന് ചിന്തിച്ച് നിരാശപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങളുടെ കൂടെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുക. കർത്താവിൻ്റെ അടുത്ത് യെസ് മാത്രമേ ഉള്ളൂ. അതെ, എനിക്ക് മനസ്സുണ്ട്, നിശുദ്ധമാക എന്ന് പറയുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ മറ്റൊരു ഉദാഹരണം നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം, നമ്മൾ 38 വർഷം തളർന്നു കിടന്ന ഒരു മനുഷ്യൻ, അയാളെ സഹായിക്കാൻ അവിടെ ആരുമില്ലായിരുന്നു. ഒരുപക്ഷെ ആ സാഹചര്യങ്ങളും അതിന്റെ പശ്ചാത്തലമൊക്കെ മനസ്സിലാക്കുമ്പോൾ ധാരാളം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. പലരും പല ആവശ്യങ്ങൾക്ക് വന്നവരായിരുന്നു. അവരാരും ആ മനുഷ്യനെ സഹായിച്ചില്ല. നീണ്ട 38 വർഷങ്ങളാണ് തന്റെ സൗഖ്യത്തിന് വേണ്ടി താൻ അവിടെ കാത്തു കിടക്കുന്നത്. എന്നാൽ കർത്താവ് തൻ്റെ അടുത്തേക്ക് ചെന്നു, സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന് കർത്താവ് ചോദിക്കുക. പ്രിയമുള്ളവരെ, നമ്മളോട് കർത്താവ് ചോദിക്കുകയാണ്, നിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ, നിന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാൻ, നിന്റെ ജീവിത യാത്രയിൽ നിന്നോട് ചേർന്ന് നടക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? ഞാൻ നിന്റെ കൂടെ നടക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന് കർത്താവ് ചോദിക്കുകയാണ്. നമ്മുടെ ഉത്തരം എന്താണ്? യെസ് ഓർ നോ? നമ്മുടെ ഉത്തരത്തെ പ്രതിനിധീകരിച്ചാണ് നമ്മുടെ ഭാവി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ ആ കുഷ്ഠരോഗിയെ പോലെ കർത്താവിൻ്റെ അടുക്കിലേക്ക് ധൈര്യപ്പെട്ട് ചെല്ലുവാൻ, എൻ്റെ കർത്താവിൻ്റെ അടുത്ത് ചെന്നാൽ കർത്താവിൻ്റെ ജീവിതത്തിന് രൂപാന്തരം വരുത്തും എന്ന് വിശ്വസിക്കുവാൻ കഴിഞ്ഞാൽ, എൻ്റെ കർത്താവിനല്ലാതെ മറ്റാർക്കും എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുവാൻ കഴിയുകയില്ല എന്ന് ആ ദൃഢമായ വിശ്വാസത്തോടെ കർത്താവിനെ ആശ്രയിച്ചാൽ, കർത്താവ് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തും. മരണം കൊണ്ടല്ലാതെ നീങ്ങിപ്പോകാത്ത അവന്റെ കുഷ്ഠരോഗത്തെ കർത്താവ് ഒരു നിമിഷം കൊണ്ട് അവരെ തൊട്ട് സൗഖ്യം കൊടുക്കുന്ന നമുക്ക് കാണാൻ കഴിയുന്നത്. രണ്ടാമത് ഞാനവിടെ കർത്താവിന്റെ മനോഭാവം, കർത്താവിന് അയാളുടെ മനുകമ്പ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കർത്താവ് എത്ര സ്നേഹത്തോടു കൂടിയാണ് ആ മനുഷ്യനോട് ഇടപെടുന്നത്. അവരെ തൊട്ട് സൗഖ്യമാക്കിയെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമുക്കറിയാം, കുഷ്ഠരോഗികളെ ആ കാലത്ത് തൊടുവാൻ പോയിട്ട് അടുത്ത് ചെല്ലാൻ പോലും ആളുകൾ ഭയപ്പെട്ടിരുന്ന സമയത്താണ് കർത്താവ് അവന്റെ ശരീരത്തിൽ തൊട്ട്, ആ കുഷ്ഠം നിറഞ്ഞ അവന്റെ ശരീരത്തിൽ തൊട്ട് അവന് സൗഖ്യം കൊടുക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, കർത്താവ് എത്ര സ്നേഹമുള്ളവനാണ്, എത്ര കരുണയുള്ളവനാണ്, എത്ര ദയാലുവാണ് എന്ന് ഈ സംഭവത്തിലൂടെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ കർത്താവ് അതുപോലെയാണ് ഇടപെടുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ സങ്കടങ്ങളെ അറിയുന്ന, നമ്മുടെ ഹൃദയത്തിന്റെ വേദനകളെ അറിയുന്ന ഒരു കർത്താവ്. നമുക്ക് 34 സങ്കീർത്തനം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഇവിടെ ഈ കുഷ്ഠരോഗി ഹൃദയം തകർന്ന്, മനസ്സ് നുറുങ്ങി, വേദനപ്പെട്ട്, സങ്കടപ്പെട്ട്, മരണഭയത്തിന്റെ നിഴലിലൂടെ പ്രാഞ്ചി അവൻ ഈ കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുക. കർത്താവിൻ്റെ കൂടെ ധാരാളം ആളുകളുണ്ട്. അവരെല്ലാം വിവിധ തരത്തിൽപ്പെട്ട ആളുകളാണ്. അവൻ അവരെ ഭയപ്പെടുന്നില്ല, കാരണം കർത്താവ് അവിടെയുണ്ട്. അവൻ അവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കുന്നില്ല, കാരണം അവൻ്റെ ആഗ്രഹം അവൻ കർത്താവിൻ്റെ വാക്ക് കേൾക്കുവാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. അവരുടെ മുഷിഞ്ഞ തുറിച്ചു നോട്ടത്തെ അവൻ ശ്രദ്ധിക്കുന്നില്ല, കാരണം അവർ കർത്താവിൻ്റെ ചൈതന്യമുള്ള സ്നേഹമുള്ള മുഖത്താണ് അവൻ്റെ ശ്രദ്ധ മുഴുവനും. നമ്മുടെ ജീവിതത്തിൻ്റെ ശ്രദ്ധ എവിടെയാണ്? നാം എവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത്? നമുക്ക് ചുറ്റുമുള്ള ആളുകളെയാണോ? നാം ജീവിക്കുന്ന സമൂഹത്തിന്റെ ദുസ്ഥിതികളെയാണോ? നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെയാണോ? നമ്മെ എതിർക്കുന്നവരെ, ഭയപ്പെടുത്തുന്നവരെ, നമ്മളെ നിരാശപ്പെടുത്തുന്നവരുടെ വാക്കുകളെ കേട്ട് നാം ഭയപ്പെട്ടു പുറകോട്ട് പോവുകയാണോ? അതോ കർത്താവിന്റെ പുഞ്ചിരിക്കുന്ന മുഖത്തേക്ക് നോക്കി കർത്താവിൽ ആശ്രയം വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോവുകയാണോ? കർത്താവ് നിങ്ങളെ സ്പർശിക്കണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എങ്കിൽ കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലുക തന്നെ വേണം. ഇന്ന് രാവിലെ കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുവാൻ, കർത്താവിനോട് ചോദിക്കുവാൻ, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടോ എന്നെ സൗഖ്യമാകുവാൻ? കർത്താവിൻ്റെ ഉത്തരം യെസ് എന്നാണ്. അവിടെ സംശയിക്കേണ്ട യാതൊരു ആവശ്യമില്ല, അവിടെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കരുണയുള്ള, സ്നേഹമുള്ള, ആർദ്രതയുള്ള ഒരു കർത്താവ് നിന്റെ വരവിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. വിജനതയുടെ
ഏകാന്തതയിൽ മരണഭയത്തിൽ മരണനിലയിലൂടെ തപ്പിത്തടഞ്ഞ് മരണമെന്ന ആശ്രയമെന്ന് ചിന്തിച്ചുകൊണ്ട് നിരാശപ്പെട്ടു പോകുന്ന പ്രിയ സഹോദര, നീ എൻ്റെ അടുക്കലേക്ക് വരിക, നിന്നെ തൊട്ട് സൗഖ്യമാകുവാൻ എനിക്ക് മനസ്സുണ്ട് എന്ന് കർത്താവ് പറയുന്നത് നമുക്ക് കേൾക്കുവാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ ഏത് തരത്തിൽപ്പെട്ട ഒരാളായിക്കോട്ടെ, ഒരുപക്ഷെ നിങ്ങൾ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയ വ്യക്തിയായിരിക്കാം, നിരാശപ്പെടേണ്ട. കർത്താവ് നിങ്ങളെ വിജയത്തിന്റെ സോപാനത്തിലേക്ക് കയറി പിടിച്ചുയർത്തും. നിങ്ങളൊരുപക്ഷെ ജീവിതത്തിൽ എല്ലാവരാലും വെറുക്കപ്പെട്ടു പോയ ഒരു വ്യക്തിയായിരിക്കാം, പക്ഷെ നിങ്ങൾ സങ്കടപ്പെടേണ്ട. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളൊരുപക്ഷെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലൂടെയും നടന്ന് ജീവിതം തകർന്ന് തരിപ്പണമായി ഇനിയൊരു തിരിച്ചുവരവില്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തിയായിരിക്കാം. പ്രിയമുള്ളവരെ, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ വഴി തുറക്കുന്നുണ്ട്. നിന്നോട് കൂടെ സഞ്ചരിക്കുവാൻ, നിങ്ങളോട് ചേർന്ന് നടക്കുവാൻ കർത്താവിന് മനസ്സുണ്ട്. കർത്താവ് ചോദിക്കുകയാണ്, സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ? നിന്റെ ജീവിതത്തിലെ പ്രശ്നത്തിനൊരു മാറ്റം വരുത്തുവാൻ നിനക്ക് മനസ്സുണ്ടോ? നിന്റെ ജീവിതത്തിലെ ആഗ്രഹങ്ങളെ പടുത്തുയർത്തുവാൻ നിനക്ക് മനസ്സുണ്ടോ? ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്റെ കൂടെ നടക്കുന്നുണ്ട് എന്ന് പറയുകയാണ് കർത്താവ്. പ്രിയമുള്ളവരെ, കർത്താവിന്റെ വാക്ക് കേൾക്കുന്നതാണോ അതോ ചുറ്റുമുള്ളവരുടെ ഭയപ്പെടുത്തുന്ന വാക്കുകൾ കേൾക്കുന്നതാണോ അഭികാമ്യം? ഇന്ന് രാവിലെ ഒരു തീരുമാനമെടുക്കുക. ഞാൻ പറയുന്നു, കർത്താവിന്റെ വാക്ക് കേൾക്കുക. നിങ്ങൾ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുക, കർത്താവിന്റെ അടുക്കലേക്ക് ചെല്ലുക. ചുറ്റുമുള്ളതിനെല്ലാം അവഗണിക്കുക, ചുറ്റുമുള്ള വാക്കുകളൊക്കെ വെറുതെ വിട്ടേക്കുക. കർത്താവിന്റെ മധുരമുള്ള അനുകമ്പയുള്ള ആ വാക്കുകൾക്ക് വേണ്ടി ചെവി ഓർക്കുക. കർത്താവ് പറയും, യെസ്, ഐ ആം വില്ലിങ്, ബി ക്ലീൻ. പ്രിയമുള്ളവരെ, കർത്താവ് പറയുകയാണ്, എനിക്ക് മനസ്സുണ്ട് എന്നെ സൗഖ്യമാക്കുവാൻ. ഒരു ആത്മീയ സൗഖ്യം, ഒരു ആന്തരിക സൗഖ്യം, ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഈ പ്രഭാതത്തിൽ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിന്ന് വിരമിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആശീർവദിക്കും. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഭാരങ്ങൾ പാരിതിങ്കൽ ഏറിടുന്ന